വെറുതെ ആവശ്യമില്ലാതെ ന്യായീകരണം നടത്താൻ വേണ്ടിയിട്ട് സംഘപരിവാർക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട നിലപാട് സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സൈസ് ആളുകളാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കേൾക്കിനി. ഞാൻ പറയുന്നത് കേട്ടോ, എന്നിട്ട് വന്നിട്ട് മനുഷ്യനും പറഞ്ഞാൽ മതി. എന്തായിരുന്നു ഛത്തീസ്ഗഡിലെ കേസിന്റെ അടിസ്ഥാനം? ടിമാര് ഈ 3 പേരെയും 3, 2, 5 ആളുകളെ വളഞ്ഞു വെച്ച് ബജരംഗ് ദളിനോട് പറഞ്ഞ് ബജരംഗ് ദളുകാർ വന്ന് അവരെ ചോദ്യം ചെയ്ത് പോലീസിൽ അവരെ ഏൽപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. എന്താ താരതമ്യം ഇവിടെ? രണ്ടൊന്നാണ് പറഞ്ഞില്ലേ? എന്ത് താരതമ്യം ഇവിടെ കേരളത്തിലും അവിടെയാണ് ഉണ്ടായത്? വെറുതെ ആവശ്യമില്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് ആയില്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിനുശേഷം അവിടെ എന്താ കേസ്? ഒന്നാമത്തെ കേസ് മതപരിവർത്തനം, രണ്ടാമത്തെ കേസ് മനുഷ്യക്കടത്ത്. അത് NIA അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേസ്. അത് വെച്ച് ജയിലിൽ അടക്കുന്ന നില. ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാ താരതമ്യം ചെയ്ത് പറയാൻ പറ്റുക? അതാ ഞാൻ പറഞ്ഞത്, സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ഹത്യക്കെതിരെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ അകത്ത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല സ്വാധീനമുള്ള, ഇടതുപക്ഷത്തിന് നല്ല മുൻകൈയുള്ള ഒരു സംസ്ഥാനത്ത് നടന്നതും അവിടെ നടന്നതും ഒരേപോലെയാണെന്ന് വരുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹീന ശ്രമമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. അതാണ് ഞാൻ അങ്ങനെ തന്നെ പ്രതികരിച്ചത്. ഇനി പറയുന്ന മറുപടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും കാര്യമൊന്നും തന്നെ പൂർണ്ണമായി മനസ്സിലായല്ലോ. പിന്നെ ഇനി വിശദീകരിക്കാൻ പുറപ്പെടണ്ട. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് അനുകൂലമായ നിലപാട് മാനസികമായി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ്. അതാ കാര്യം. അത് മനസ്സിലാവില്ല ആൾക്കാർ. ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഈ കേരളത്തിലെ എല്ലാവർക്കും നന്നായി മനസ്സിലാവും. ഇടതുപക്ഷമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു സംശയമില്ല. മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷം. അതിന്റെ സംസ്ഥാനമാണ് കേരളം. അല്ല, ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചയും ഗവർണറുമായിട്ടുള്ള ചർച്ചയും നടത്തുന്നതിൽ ഞങ്ങളാരും തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ സംഭവം എന്താ? സുപ്രീം കോടതി വിധി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇന്ന് തന്നെ ഗവർണർ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന നിലപാടിന് അതിശക്തിയായിട്ട് എതിർക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അവർ തന്നെ പറഞ്ഞല്ലോ കീക്കും കൊണ്ട് ഇങ്ങനെ അധികം വരണ്ടെന്ന്. ഇതെല്ലാം ആർക്കെങ്കിലും തെറ്റുപറ്റാതിരിക്കുന്നുള്ളതല്ല. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ശത്രുതാപരമായ സമീപനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഗോൾവാൾക്കർ തന്നെ വിചാരധാരയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്ത് 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. ഈ 3 ആഭ്യന്തര ശത്രുക്കളിൽ 1 മുസ്ലിമാണ്, 2 ക്രിസ്ത്യാനിയാണ്, 3 കമ്മ്യൂണിസ്റ്റാണ്. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. അത് മറക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പള്ളിയുടെ പ്രധാനപ്പെട്ട വക്താക്കളോ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ വരെ വെള്ളപൂശാൻ ശ്രമിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഓരോ ദിവസം കഴിയുന്നതോറും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യം ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതിനെ വെള്ളപൂശാനാണ് നിങ്ങളെപ്പോലുള്ള ചില ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ അതിനെ ശക്തിയായിട്ട് എതിർത്തത്. BJP അവർക്കൊപ്പം നിൽക്കുമ്പോൾ എന്ന പ്രയോഗം ഉണ്ടല്ലോ, ആ പ്രയോഗം നിങ്ങൾക്ക് മാത്രം ചോദിച്ച പ്രയോഗമാണ്. അതല്ല, അവരവകാശം അങ്ങനെ പറ. അവർക്ക് അവകാശപ്പെടാതിരിക്കാൻ പറ്റില്ല. കേരളം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് ഇതുപോലെ 3 സാർവദേശീയ മതങ്ങൾ നല്ല സൗഹാർദ്ദത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് സ്വാധീനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ റേഷ്യോയിൽ ജീവിക്കുന്ന ഒരു ജനത വേറെ ലോകത്ത് എവിടെയില്ല. അതാ കേരളത്തിന്റെ പ്രത്യേകത. ആ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളണം. കൃത്യമായിട്ട് നിങ്ങൾക്കറിയാലോ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി 3 സാർവദേശീയ മതമാണ്. കേരളത്തെ പോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു ജനസംഖ്യാനുപാതം വേറെ എവിടെയുള്ളത്? എവിടെയില്ല. അപ്പോൾ ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ നിലനിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഈ അവബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന BJP നിലപാടല്ല ഉത്തരേന്ത്യയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന BJP നിലപാട്. അവർ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരിപ്പോൾ ആ സഹകരിക്കുന്നവർ തന്നെയാണല്ലോ ഇപ്പോഴും പറഞ്ഞത് കേക്കും ഇങ്ങോട്ട് വരണ്ടില്ല എന്ന്. അവർ പറഞ്ഞത് അത് തന്നെയാണ്. അതല്ലേ നമ്മുടെ മര്യാദ, നമ്മുടെ നാടിന്റെ ഒരു മര്യാദയല്ലേ? ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സങ്കീർണമായിട്ട് ഉള്ളപ്പോഴും അവരോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് അക്രമത്തിലേക്ക് പോകുന്നില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമൂഹത്തിന്റെ ഒരു അന്തർധാര. അതാണ് കേരളത്തിന്റെ മര്യാദ, കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കം.